ഇന്ന് നമ്മൾ ചെറുതായിട്ട് ഒന്ന് ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ഇന്ത്യ യൂറോപ്പ് വ്യാപാര കരാറിനെ പറ്റിയിട്ടാണ്. ഡിസംബറിൽ നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് കേരളത്തിൽ നമ്മൾ രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഡൽഹിയിൽ തിരക്കിട്ട കുറേ ചർച്ചകൾ, നയതന്ത്ര നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ 18 വർഷത്തിലേറെയായിട്ട് ഇന്ത്യ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നമ്മളുടെ കയറ്റുമതി സാധനങ്ങൾക്കുള്ള കമ്പോളങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് കയറ്റി അയക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പോളങ്ങൾ തേടിയുള്ള യാത്ര. അപ്പോൾ അത് 18 വർഷങ്ങൾക്ക് ശേഷം നരേന്ദ്രമോദി സർക്കാർ വളരെ വിജയകരമായിട്ട് അത് പൂർത്തീകരിച്ചു എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. പക്ഷെ എത്രമാത്രം ഇവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിനും പരസ്പരമുള്ള പോർവിളികൾക്കുമിടയിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തന്നെ അല്ലെങ്കിൽ നാടിൻ്റെ സാമ്പത്തിക രേഖ തന്നെ മാറ്റിയെഴുതുന്ന വലിയൊരു തീരുമാനമാണ് നടന്നത് കഴിഞ്ഞ ജനുവരി 27 എന്നുള്ളത് ആരും അത്ര ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതായത് 27 യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ നമുക്കറിയാം. ജർമ്മനി, ഫ്രാൻസ്, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി, അയർലൻഡ് ഇങ്ങനെ പോകുന്നു വന്നേരാം. അതിനോടൊപ്പം തന്നെ ആ 27 രാജ്യങ്ങളോടൊപ്പം തന്നെ അവരുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാറുള്ള തുർക്കി ഉൾപ്പെടെ വരുമ്പോൾ 28 രാജ്യങ്ങളിലേക്ക് നമുക്ക് സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ ഗുണം വരുന്നു. എന്താണ് അതിൻ്റെ ഗുണം? അതായത് ചെറിയൊരു ഉദാഹരണം നിങ്ങളെടുത്ത് പറഞ്ഞാൽ 33 US ബില്യൺ, അതായത് ഏതാണ്ട് 2.87 ലക്ഷം കോടി രൂപയുടെ എക്സ്പോർട്ട് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ചെയ്യുന്ന ഐറ്റങ്ങളിൽ 4 മുതൽ 26% വരെ 4 to 26% ഇമ്പോർട്ട് ഡ്യൂട്ടി ഈ രാജ്യങ്ങളിൽ ബാധകമാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾ അവിടെ എത്തുമ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട്, അതുമായിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് സീറോ ഡ്യൂട്ടിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്കാണ്. ഉദാഹരണത്തിന് ഫുഡ് ഐറ്റംസ്, ധാരാളം കേരളത്തിലെ ആളുകൾ, ഇന്ത്യയുടെ ആളുകൾ ഈ യൂറോപ്പിൽ താമസിക്കുന്നു. അതിന് വലിയ മാർക്കറ്റുണ്ട്. രണ്ടാമത് ടെക്സ്റ്റൈല്, ലെതർ ഐറ്റംസ്, ചായ, കോഫി, സ്പോർട്സ് ഐറ്റംസ്, മറൈൻ ഐറ്റംസ്, അങ്ങനെ ധാരാളം ഐറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് താരിഫ് ഹെഡിങ്ങിൽ 5000-ലധികം സാധനങ്ങൾ സീറോ ഡ്യൂട്ടിയിൽ ഇപ്പോൾ ഉള്ള ഡ്യൂട്ടി മാറ്റിയിട്ട് അവരുടെ ഈ വ്യാപാര കരാറിൻ്റെ ഇതിൽ അവിടേക്ക് വരികയാണ്. മറിച്ച് ഇന്ത്യയിലേക്ക് എന്താണ്? ഇന്ത്യയിലേക്ക് അവരുടേതായിട്ടുള്ള അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈൻ, അങ്ങനെ ആ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ഏറ്റവും ആഡംബര കാറുകൾ ഇപ്പം 110% ഡ്യൂട്ടിയാണ് ഇമ്പോർട്ട് കാറുകൾക്ക്. ആ 110% നമ്മൾ 70% കുറച്ചുകൊണ്ട് പ്രാരംഭ സമയത്ത് 40% ഡ്യൂട്ടിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയും. ഇന്ത്യയിൽ ധാരാളം അതിനുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുകളുണ്ട്. നാലാമത്തെ ഒരു സാമ്പത്തിക ശക്തിയായിട്ടുള്ള ഈ രാജ്യത്ത് ധാരാളം ആളുകൾക്ക് അതിനുള്ള കഴിവുണ്ട്. അത്തരം വാഹനങ്ങൾ ഇവിടെ ഉപയോഗിക്കാനായിട്ട് ഇന്ത്യക്കാരന് കഴിയും. അപ്പോൾ പിന്നെ അത് ഒരു 10 വർഷത്തിനുള്ളിൽ എല്ലാം സീറോ ഡ്യൂട്ടിയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ അമേരിക്ക ഉയർത്തിയ ഒരു ഭീഷണി, അതിനെയൊക്കെ തൃണവൽക്കരിക്കാനായിട്ട് ഈ EU യൂണിയൻ്റെ ഈ കരാറ് നമ്മളെ സഹായിക്കുമെന്നുള്ളത് വലിയ അതിൽ ഏറ്റവും ഇന്ത്യക്കുള്ള പ്രാധാന്യമുള്ളത് 45 കോടി ജനങ്ങളുടെ ഒരു മാർക്കറ്റ് ഇന്ത്യക്ക് ലഭിക്കുകയാണ്. അത് വെറും മാർക്കറ്റല്ല, പർച്ചേസ് ചെയ്യാൻ കഴിവുള്ള, സാമ്പത്തിക ശേഷിയുള്ള, അതുപോലെ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ട് തയ്യാറുള്ള ഒരു വലിയ മാർക്കറ്റാണ്. അതുകൊണ്ടാണ് ഈ കരാറിനെ മദർ ഓഫ് ഓൾ ട്രേഡ് ഡീൽസ്, ലോകത്തുള്ള ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ വ്യാപാര കരാറുകളുടെയും മാതാവ് എന്ന് വിശേഷിപ്പിച്ചത്. ഈ വ്യാപാര കരാർ അതിൻ്റെ എല്ലാ പ്രയോജനങ്ങളും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉള്ള സ്ഥാപനങ്ങൾ, കർഷകർ, വ്യവസായികൾ, അതുപോലെ ഇന്ത്യയിലെ IT മേഖല, സർവീസ് മേഖല അടക്കമുള്ള ആളുകൾ, അതുപോലെ യൂറോപ്പിലെ ധാരാളം സ്ഥലങ്ങളിലേക്ക് നമ്മുടെ വൃദ്ധജനങ്ങളെ പരിപാലിക്കുന്ന ഹോമുകളിലേക്ക് പോകാനുള്ള ആളുകൾക്കുണ്ട്. മൊബിലിറ്റി പാർട്ണർഷിപ്പ് എന്നുള്ള ഒരു നിയമപരമായിട്ടുള്ള വ്യവസ്ഥയിലൂടെ അതിനൊക്കെ പോകാനും അത്തരം ജോലികൾ ചെയ്യാനും ധാരാളം
ഹോം നേഴ്സുമാർക്കടക്കമുള്ളവർക്ക് ഇത് വലിയ ഒരു പ്രത്യാശ നൽകുന്ന ഒരു വ്യാപാര കരാറാണ്. അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻസ് ഗവൺമെൻറ് ഉടനെ തന്നെ പുറപ്പെടുവിക്കും. അത് കഴിഞ്ഞാൽ, നിലവിൽ വന്നു കഴിഞ്ഞാൽ, അത് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും കയറ്റുമതി മേഖലയ്ക്ക് അത് വലിയ ഒരു കൈത്താങ്ങാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നന്ദി, നമസ്കാരം.